യുവാക്കൾക്കിടയിൽ തന്നെ ഒരു സ്വീകാര്യനായ ഒരു ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ കൂടിയാണ്. സത്യത്തിൽ അവൻ്റെ ഇങ്ങനെയുള്ളൊരു വേർപാട് മാനസികമായി ഞങ്ങളെല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ട്. കുവൈത്തിലുണ്ടായ അഗ്നിബാധയിൽ തിരൂർ കൂട്ടായി സ്വദേശി കോതപ്പറമ്പിൽ കൂപ്പന്റെ പുരക്കൽ നൂഹ് മരണപ്പെട്ടത് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണെന്ന സൂചന. കുവൈത്തിലെ നൂഹിന്റെ സുഹൃത്തുക്കളാണ് ഇക്കാര്യം വീട്ടുകാരെ അറിയിച്ചത്. നൂഹ് താമസിക്കുന്ന കെട്ടിടത്തിന്റെ ഭാഗത്ത് തീപിടുത്തമുണ്ടായിട്ടില്ല. തീപിടിച്ച വിവരം അറിഞ്ഞയുടൻ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനായി അപകട സ്ഥലത്തേക്ക് നൂഹ് പോവുകയായിരുന്നു. പിന്നെ തിരിച്ചു വന്നിട്ടില്ല. തീപിടുത്തമുണ്ടായ സ്ഥലത്ത് എത്തിയ നൂഹ് കുറേ പേരെ രക്ഷപ്പെടുത്തിയെന്നാണ് ലഭിച്ച വിവരം. അതിനിടയിൽ എപ്പോഴോ നൂഹ് സംഹാര താണ്ഡവമാടിയ അഗ്നിയുടെ കരവലയത്തിലൊതുങ്ങുകയായിരുന്നു. 1.5 മാസം മുമ്പാണ് നൂഹ് പുതിയ കമ്പനിയിൽ ജോലിക്ക് ചേർന്നത്. തീപിടുത്ത വിവരം അറിഞ്ഞ വീട്ടുകാർ നൂഹിന്റെ മൊബൈലിലേക്ക് വിളിച്ചപ്പോൾ റിംഗിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ രാവിലെയാണ് നൂഹിന്റെ മരണവിവരം വീട്ടിൽ അറിയിച്ചത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. തിരിച്ചറിഞ്ഞ 12 മലയാളികളുടെ മൃതദേഹം ഡൽഹിയിൽ നിന്നും ഇന്ന് വൈകിട്ടോടെ നെടുമ്പാശ്ശേരിയിലെത്തിക്കുമെന്നും മരണപ്പെട്ട മലപ്പുറത്തുകാരായ 2 പേരുടെ മൃതദേഹം കരിപ്പൂരിലെത്തിക്കുമെന്നാണ് വീട്ടുകാർക്ക് ലഭിച്ച വിവരം. കരിപ്പൂരിൽ നിന്നും നാട്ടുകാർ നൂഹിന്റെ മൃതദേഹം വീട്ടിലെത്തിക്കും. 2 മാസം മുമ്പാണ് അവധി കഴിഞ്ഞ് നൂഹ് കുവൈത്തിലേക്ക് മടങ്ങിയത്. 2 സഹോദരങ്ങൾ കുവൈത്തിലുണ്ട്. ഇവർ നടത്തിയ അന്വേഷണത്തിൽ ബുധനാഴ്ച രാത്രിയാണ് നൂഹിനെ തിരിച്ചറിഞ്ഞത്. ലോകത്തെ നടുക്കിയ ദുരന്തത്തിൽ ഇതുവരെയായി 50ഓളം പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരിൽ 40 ഇന്ത്യക്കാരും 12 മലയാളികളുമാണ്. ബുധനാഴ്ചയാണ് തൊഴിലാളികൾ തിങ്ങിത്താമസിക്കുന്ന കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. കഴിഞ്ഞ 6 വർഷമായി പ്രവാസിയാണ് നൂഹ്. തീപിടുത്തമുണ്ടായ വിവരം കിട്ടിയതു മുതൽ ബന്ധുക്കൾ പരിഭ്രാന്തിയിലായിരുന്നു. വീട്ടുകാർ മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല. തുടർന്ന് സഹോദരങ്ങൾ ദുരന്ത പ്രദേശത്തെത്തി അന്വേഷണം നടത്തിയെങ്കിലും അപകടത്തിൽപ്പെട്ടവരെക്കുറിച്ചുള്ള വിവരം ലഭിച്ചില്ല. മരണപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിയാണ് നൂഹിനെ തിരിച്ചറിഞ്ഞത്. നേരത്തെ മത്സ്യക്കച്ചവട കേന്ദ്രത്തിൽ തൊഴിലാളിയായിരുന്ന നൂഹ് അടുത്തിടെ മറ്റൊരു കമ്പനിയിലേക്ക് ജോലി മാറിയിരുന്നു. കമ്പനി വക താമസം ദുരന്തമുണ്ടായ ഫ്ളാറ്റിലായിരുന്നു. ഭറത്താണ് നൂഹിന്റെ ഭാര്യ. മക്കൾ ഫാത്തിമ നഫ്ല, ഫാത്തിമ നസ്വ, ഫാത്തിമ നജില എന്നിവരാണ്. നൂഹ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട്. നാട്ടിലെ ഒരുപാട് 5-6 ആളുകൾ മരിച്ചു. അതിനുശേഷം ഇപ്പോൾ ഈ പ്രദേശത്തെ മാത്രമല്ല ഈ കൂട്ടായിലെ തീരദേശ മേഖലയിലെ ഒരു വളരെ കണ്ണീരിലാക്കിയ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ ഈ പ്രദേശത്തെ സാമൂഹികമായ ഒരുപാട് വിഷയങ്ങളിലും യുവാക്കൾക്കിടയിൽ തന്നെ ഒരു സ്വീകാര്യനായ ഒരു ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ കൂടിയാണ്. സത്യത്തിൽ അവൻ്റെ ഇങ്ങനെയുള്ളൊരു വേർപാട് മാനസികമായി ഞങ്ങളെല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ട് എന്നത് ആണ്. ഞങ്ങളെല്ലാവരും ഇവിടെ പെട്ടെന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് എല്ലാ ലീഡേഴ്സും ഞങ്ങൾ ഈ പ്രദേശം സന്ദർശിക്കുകയും വീട്ടുകാരെ ആശ്വസിപ്പിക്കാനും എടുത്തും. ഏതായാലും ഇവൻ്റെ പെട്ടെന്നുണ്ടായ വേർപാട് അവൻ്റെ കുടുംബത്തിനും ഞങ്ങളുടെ പാർട്ടിക്കും മുസ്ലിം ലീഗ് പാർട്ടിക്കും ഉണ്ടായ പ്രയാസം ബുദ്ധിമുട്ടുകളൊക്കെ സർവശക്തൻ മാറ്റിത്തരട്ടെ എന്ന് ഈ അവസരത്തിൽ പറയാം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.